നമസ്കാരം. ക്ലാസിക് സ്റ്റോറീസ് ബൈ ഷിൻസിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷിൻസി ടീച്ചർ. കായേനും ഹാബേലിനും ശേഷം ഭൂമിയിൽ മനുഷ്യൻ വർദ്ധിച്ചു വന്നു. എന്നാൽ അവരോടൊപ്പം തിന്മയും അധർമ്മവും ഭൂമിയിൽ നിറഞ്ഞു. മനുഷ്യർ പരസ്പരം കലഹിക്കുവാനും ദൈവത്തെ മറന്ന് ജീവിക്കുവാനും തുടങ്ങി. താൻ സൃഷ്ടിച്ച മനുഷ്യരുടെ ഈ പോക്ക് കണ്ട് ദൈവം ദുഃഖിച്ചു. എന്നാൽ ആ കാലഘട്ടത്തിൽ ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ഒരു നീതിമാൻ ജീവിച്ചിരുന്നു. അവനായിരുന്നു നോഹ. നോഹയുടെയും ആ വലിയ പെട്ടകത്തിൻ്റെയും കഥ നമുക്കിന്ന് കേൾക്കാം. ഭൂമിയിലെ തിന്മകൾ അവസാനിപ്പിക്കുവാൻ ഒരു മഹാപ്രളയം അയക്കുവാൻ തന്നെ ദൈവം തീരുമാനിച്ചു. എന്നാൽ നീതിമാനായ നോഹയെയും കുടുംബത്തെയും രക്ഷിക്കുവാൻ ദൈവം ഒരു വഴിയൊരുക്കി. ദൈവം നോഹയോട് പറഞ്ഞു, നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം നിർമ്മിക്കുക. അതിന് 300 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവും ഉണ്ടായിരിക്കണം. പെട്ടകത്തിനുള്ളിൽ പല അറകളുണ്ടാകണം. അതിന് ചുറ്റും കീൽപൂശണം. ദൈവം കൽപ്പിച്ചു. വരാനിരിക്കുന്ന വലിയ വിപത്തിനെക്കുറിച്ച് ദൈവം നോഹയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ദൈവം പറഞ്ഞതനുസരിച്ച് നോഹ പെട്ടകത്തിൻ്റെ പണി തുടങ്ങി. കടലില്ലാത്ത വെള്ളമില്ലാത്ത സ്ഥലത്ത് നോഹ ഇത്രയും വലിയൊരു പെട്ടകം പണിയുന്നത് കണ്ട് ചുറ്റുമുള്ളവർ അവനെ പരിഹസിച്ചു. ഹേയ്, നോക്ക്, നോഹയ്ക്ക് ഭ്രാന്തായിരിക്കുന്നു എന്ന് അവർ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ നോഹ ആ പരിഹാസങ്ങളൊന്നും തന്നെ ശ്രദ്ധിച്ചില്ല. ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസത്തോടെ അവൻ വർഷങ്ങളെടുത്ത് ആ കൂറ്റൻ പെട്ടകം പണി തീർത്തു. വരാനിരിക്കുന്ന പ്രളയത്തെക്കുറിച്ച് അവൻ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ആരും അത് വിശ്വസിച്ചില്ല. പെട്ടകത്തിൻ്റെ പണി പൂർത്തിയായി. ഇനി ജീവജാലങ്ങളെ രക്ഷിക്കുവാനുള്ള സമയമാണ്. ഭൂമിയിലുള്ള സകല ജീവവർഗങ്ങളിലും പെട്ട ആൺ പെൺ ജോഡികളെ പെട്ടകത്തിലേക്ക് എത്തിക്കുവാൻ ദൈവം നോഹയോട് പറഞ്ഞു. ആനയും സിംഹവും മുതൽ പക്ഷികളും ഇഴജന്തുക്കളും വരെ ജോഡിയായി പെട്ടകത്തിലേക്ക് നടന്ന് കയറി. നോഹയും ഭാര്യയും മക്കളും അവരുടെ ഭാര്യമാരുമെല്ലാം പെട്ടകത്തിൽ പ്രവേശിച്ചു. ദൈവം തന്നെ പെട്ടകത്തിൻ്റെ വാതിൽ പുറത്തുനിന്ന് അടയ്ക്കുകയും ചെയ്തു. അപ്പോൾ ആകാശം കറുത്തിരുണ്ട് തുടങ്ങിയിരുന്നു. പിന്നീട് സംഭവിച്ച ആ മഹാപ്രളയത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ഭാഗത്തിൽ കേൾക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നന്ദി.